ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്ന ജീവനാംശം എന്നുള്ള സ്പെസിഫിക് കേസ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലും കോടതി വിധികളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പീനിയൻസ് രണ്ട് സ്ഥലത്തും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ അതിൽ ഷുക്കൂർ വക്കീലിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് കേൾക്കാനാണ് നമ്മളിന്ന് ഷുക്കൂർ വക്കീലിനെ കാണുന്നത്. അപ്പോൾ എന്താണ് താങ്കളുടെ ഒപ്പീനിയൻ? ഇതിൽ റൂട്ട് കോസ് എന്താണ് ഈ ഒരു ഇഷ്യൂയുടെ? അതെ, ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. നമ്മുടെ ഭരണഘടന ഒരു നമ്മളെ വിഭാവനം ചെയ്യുന്നത് ഒരു മതേതര രാജ്യമായിട്ടാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പേഴ്സണൽ നിയമങ്ങളിൽ നമുക്ക് ഓരോ മതവിഭാഗത്തിനും അറിയിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശവും രാജ്യം അനുവദിക്കുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നിലവിലുള്ളതാണ് പല വ്യക്തി നിയമങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം വ്യക്തി നിയമം. ഹിന്ദു കോഡൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം വരുന്നതാണ്. ഈ മുസ്ലിം വ്യക്തി നിയമം നമ്മളെ രാജ്യത്തിലേക്ക് വരുന്നത് 1937 ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരമാണ്. അതിനു മുമ്പ് ആ രീതിയിലായിരുന്നില്ല രാജ്യത്തുണ്ടായിരുന്ന വ്യക്തി നിയമം. ഈ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ടിലാണ് വിവാഹം, വിവാഹമോചനം, മെയിൻ്റനൻസ്, അഡോപ്ഷൻ, ദത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ബാധകമാകുന്നത് ശരീഅത്താണെന്ന് പറയുന്നത്. ഈ ശരീഅത്ത് എന്താണെന്ന് ആ നിയമം വിശദീകരിക്കുന്നുമില്ല. അപ്പോൾ ശരീഅത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, പ്രവാചകൻ പറഞ്ഞത്, പണ്ഡിതന്മാർ അനലൈസ് ചെയ്തത്, ഗവേഷകർ കണ്ടെത്തിയത്, ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമല്ല. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ ചില നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്റ്റാണ്. പിന്നൊന്നുള്ളത് 1939 മുസ്ലിം വിവാഹമോചന നിയമമാണ്. പിന്നെയുള്ളത് വഖഫ് ആക്റ്റാണ് 1952. പിന്നെ ഒരുപാട് അമെൻമെൻറ്റ് 2023 വരെ നടന്നിട്ടുണ്ട്, 95 അങ്ങനെ പറയാം. പിന്നെയുള്ളൊരു നിയമം എന്ന് പറയുന്നതാണ് 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മുസ്ലിം വിവാഹമോചിത സംരക്ഷണ നിയമം. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. എന്നാൽ ഈ പാർലമെൻറ്റ് ഇതൊക്കെ പാസ്സാക്കാൻ കാരണം ശരീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനും പ്രവാചകചര്യയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അതിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒപ്പീനിയൻ പല പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അപ്പോൾ ഇപ്പം സുപ്രീം കോടതി ഈ ജൂലൈ 11 വിധിച്ച വളരെ പ്രധാനപ്പെട്ടൊരു നിയമം, സുപ്രീം കോടതി പറയുന്നത് രാജ്യത്തെ നിയമമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിയമം എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്നതാണ്. പക്ഷേ സുപ്രീം കോടതി ഒരു വിഷയത്തെ സംബന്ധിച്ച് അന്തിമമായൊരു അഭിപ്രായം പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമമാണ്. ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയാം. 1985 ഒരു പ്രധാനപ്പെട്ട വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് CRPC 125 പ്രകാരം ഇന്ത്യയിലെ മറ്റ് സമുദായത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പോലെ മുൻ ഭർത്താവിൽ നിന്ന് അവർ പുനർവിവാഹം കഴിക്കുന്നത് വരെയോ അവർ മരണപ്പെടുന്നത് വരെയോ ചെലവിന് ലഭിക്കാൻ അർഹതയുണ്ട്. അതായിരുന്നു 1985 മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനു ബീഗം കേസിൽ സുപ്രീം കോടതിയുടെ വിധി. ഇന്നത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ പിതാവാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 5 ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ചാണ് വിധിന്യായം പുറപ്പെടുവിച്ചത്. പക്ഷേ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളൊക്കെ അതിനെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അത് ശരീഅത്തിന് എതിരെയുള്ള കയ്യേറ്റാണെന്ന് പറഞ്ഞു. മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവ് ചെലവിന് കൊടുക്കുന്നത് ശരിയ അനുവദിക്കുന്നില്ല, അത് ശരിയ വിരുദ്ധമാണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം കൊണ്ടുവന്നു. അതിന് കാരണം ഈ 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം വിവാഹം, ജീവനാംശമൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാകുക ശരിയാണെന്ന് നിയമം പറയുന്നുണ്ട്. ഇത് മറികടക്കാൻ വേണ്ടി, ഇതിപ്പോൾ മറികടക്കാന്ന് പറഞ്ഞാൽ അന്നൊരു നിയമം കൊണ്ടുവന്നു രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധി 1986 മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നു. ആ നിയമപ്രകാരം മത്താവ് അല്ലെങ്കിൽ ഈ 4 അവകാശമാണ് സ്ത്രീകൾക്ക് പറയുന്നത്. മഹർ, ഗിഫ്റ്റ് അറ്റ് ദ ടൈം ഓഫ് വിവാഹ സമയത്ത് ലഭിക്കുന്ന സമ്മാനങ്ങൾ, യുദ്ധ സമയത്തിലേക്കുള്ള ചിലവ്, ഫ്യൂച്ചർ മെയിൻ്റനൻസ്. ഇതാണ് ഈ 4 അവകാശത്തിന് പുറമെ
മരിക്കുന്നവരെയോ അല്ലെങ്കിൽ പുനർവിവാഹം വരെയോ ഉള്ള അവകാശം സ്ത്രീകൾക്ക് എടുത്തു കളഞ്ഞു. അതാണ് നിയമത്തിൻ്റെ സത്ത. ഇത് വലിയ തോതിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ രംഗത്ത് വരാനുള്ള സാഹചര്യം ഉണ്ടായി. മുസ്ലിം സമുദായത്തിന് കോൺഗ്രസ് പാർട്ടി കീഴടങ്ങി വീണ്ടും പാകിസ്ഥാൻ വരുന്നു എന്ന രീതിയിൽ പ്രചരണം നടത്തുകയും അതിൻ്റെ ഒരു രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടുകയും ഇന്ത്യയിൽ വലിയ തോതിൽ കോൺഗ്രസ് വിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുകയും അങ്ങനെ അവസാനം 89 ബാബരി മസ്ജിദ് പൂജയ്ക്ക് തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ ഒരു ഷെയ്ക്കിൽ നിന്ന് കോൺഗ്രസ് പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോഴും മതമൗലികവാദത്തിന് കീഴടങ്ങി എന്നൊരു പേര് ദോഷമാണ് 2 ഘട്ടത്തിലും വന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴടങ്ങി, മുസ്ലിം വർഗീയത കീഴടങ്ങി. അപ്പോൾ ഈ 86 നിയമത്തെ സുപ്രീം കോടതി പല ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2001 തന്നെ ഡാനിയൽ ലത്തീഫി എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ആ കേസിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ആ നിയമം ഭരണഘടനാപരം തന്നെയാണ്, പക്ഷേ മുസ്ലിം സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകൾക്കുള്ള അവകാശം നിഷേധിക്കാൻ കഴിയില്ലെന്നൊരു സമീപനം എടുത്തു. 2010 കേസിൽ ജീവനാംശം 85 പറഞ്ഞ അതേ വിധി സുപ്രീം കോടതി ആവർത്തിച്ചു. അപ്പോൾ ആ നിയമം അപ്രസക്തമായി. 2014 ആവർത്തിച്ചു. 2024 ഇപ്പോഴെത്തുമ്പോഴത്തേക്ക് സുപ്രീം കോടതി പറയുന്നത് 86 നിയമത്തിന് ഇൻ അഡീഷനാണ് 125 CRPC. 2 തരത്തിലും സ്ത്രീകൾക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. അതായത് ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം മുസ്ലിങ്ങൾക്ക് വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇന്ത്യയിലെ സെക്യുലർ നിയമം അവരെ ഉത്തരവാദികളാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷപ്പെടാൻ സാധിക്കില്ല, മുസ്ലിം ആണുങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാട് സുപ്രീം കോടതി എടുത്തു. അത് വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ആ വിധിന്യായം ഒരു വളരെ പ്രധാനപ്പെട്ട വിധിന്യായമാണ്. പക്ഷേ അതിനെതിരെ ശക്തമായൊരു പ്രതിരോധം തീർക്കാൻ ഇന്ത്യയിലെ മുസ്ലിം ലീഡർഷിപ്പ് ഇപ്പോൾ തയ്യാറാവുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് MP ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹാരിസ് ബീരാൻ രാജ്യസഭ, അദ്ദേഹം കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്ന സമീപനം എടുത്തത്. ജമാഅത്തെ ഇസ്ലാമി അഭിപ്രായം പറയുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ ആരും അഭിപ്രായം, ഇന്നൊരു വളരെ ലേറ്റായിട്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പത്രസമ്മേളനം നടത്തിയ വാർത്ത കാണുന്നുണ്ട്. പക്ഷേ അതായത് ഒരു ശരീഅത്ത് പ്രകാരം നിങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ പോലുള്ള രാജ്യത്ത് സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷൻ സുപ്രീം കോടതി ആ നിയമത്തെ 125 CRPC വിശേഷിപ്പിച്ചത് സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷനെ ഒരു മതനിയമം കൊണ്ട് മറികടക്കാൻ കഴിയില്ല, സ്ത്രീകളെ വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തത്. അത് വളരെ പോസിറ്റീവായ സംഗതിയാണ്. സമൂഹം വളരുന്നതനുസരിച്ച് മുസ്ലിം സമുദായം വളർന്നതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരോ മതസംഘടനകളോ ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ധൈര്യം കാണിക്കാത്തത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രധാന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് വാല്യൂ കൊടുക്കേണ്ടത്? മതനിയമങ്ങൾക്കാണോ അതോ ഒരു സ്ത്രീക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്കാണോ? കാരണം ഭരണഘടന പ്രകാരം സോഷ്യൽ ജസ്റ്റിസ് ആണ് ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്നത്, തുല്യത മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്, മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനീതി നേരിടുന്നവർക്ക് നീതി കിട്ടണം എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനായിരിക്കണം പ്രാധാന്യം നൽകുന്നത്? കാരണം മതനിയമങ്ങൾക്ക് വിരുദ്ധമായി സോഷ്യൽ ജസ്റ്റിസ് നിയമങ്ങളും സോഷ്യൽ ജസ്റ്റിസ് നിയമങ്ങൾക്ക് വിരുദ്ധമായ മതനിയമങ്ങളും അങ്ങനെ വളരെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഒരു സെക്യുലർ നിയമം തന്നെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുക. സുപ്രീം കോടതി ഈ വിധിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സെക്യുലർ നിയമം തന്നെയാണ് നിൽക്കുക. സാധാരണഗതിയിൽ സ്പെഷ്യൽ നിയമത്തിൻ്റെ ജനറൽ നിയമത്തിൻ്റെ മേലെ സ്പെഷ്യൽ നിയമം വരികയാണ് ചെയ്യുക പൊതുവെ. പക്ഷേ ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി പറയുന്നത് ഇത്തരം സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷൻ, സാമൂഹ്യ സുരക്ഷാ നിയമനിർമ്മാണങ്ങൾ എന്ന് പറയുന്നത് മതനിയമങ്ങൾക്ക് മേലെയാണ്. സ്പെഷ്യൽ ലോ അങ്ങനെ അല്ലെങ്കിൽ പോലും, സ്പെഷ്യൽ ലോ അതിനെതിരാണെങ്കിൽ പോലും ഈ ജനറൽ ലോ ആണ് ഉയർത്തിപ്പിടിക്കേണ്ടത് സുപ്രീം കോടതി ഈ മുഹമ്മദ് അബ്ദുൽ സമദ് വേഴ്സസ് തെലങ്കാന കേസിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത്തരം വിധികളും ഇത്തരം നിയമങ്ങളും ഓൾറെഡി പീഡനങ്ങൾ നേരിടുന്ന മുസ്ലിം സമുദായത്തിനെ അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്ന ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനോട് എന്താണ് പറയുന്നത്? ഈ മുസ്ലിം എന്ന് പറയുന്നത് ആണുങ്ങൾ മാത്രമുള്ളൊരു സംഗതിയാണോ? അല്ല, മുസ്ലിം എന്ന് പറയുന്നത് സ്ത്രീകൾ ഉൾപ്പെടുന്നതാണ്. മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നം ആ സമുദായത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളിപ്പം പ്രവാചകൻ തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു കൾച്ചേർഡ് സൊസൈറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നിർഭയമായി നടക്കാൻ പറ്റുന്നൊരു സൊസൈറ്റിനെ കുറിച്ച് പ്രവാചകൻ്റെ കാഴ്ചപ്പാട് തന്നെ.
കോട്ടയം ഓർക്കുന്നില്ല, ഞാൻ ഇവിടെ ഒരു അങ്ങനെ സംഗതി വായിച്ചിട്ടുണ്ട്. അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഈ രാജ്യത്തെ മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണോ മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്തേണ്ടത്? അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഏറ്റവും വീക്കർ സെക്ഷനാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവർക്കുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്താമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നം പുരുഷന്മാർ ഒഴിവാക്കിയാൽ ഈ സംവിധാനം ഉണ്ടാവില്ലല്ലോ. ഒരു ഭാര്യ കോടതിയിലേക്ക് വരുന്നത്, ഞാനിപ്പോൾ ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പ്രാക്ടിക്കലി എനിക്കറിയാം, പരമാവധി ശ്രമിച്ച് 2-3 വർഷം കഴിഞ്ഞിട്ട് ചിലവിനൊക്കെ ചെയ്ത് ഭർത്താവ് വരും സംരക്ഷിക്കുന്നതൊക്കെ. മുസ്ലിം പുരുഷന്മാർ ആ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായി അവരുടെ ഭാര്യമാരെ ട്രീറ്റ് ചെയ്താൽ അവരുടെ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിൽക്കും, ഒരാൾ കോടതിയിലും പോകില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഇവിടെ സ്ത്രീയും പുരുഷനും തുല്യത എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം സ്ത്രീക്ക് നിങ്ങൾ ഇങ്ങനെ ചെലവിന് കൊടുക്കുന്നത് തുല്യരല്ല എന്നല്ലേ കാണിക്കുന്നത്? അങ്ങനെ ധരിച്ചുകൂടാ, അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അതാണ് സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കണം എന്നുള്ളത് അതിന് നിരവധി റീസൺ നിയമം ഉണ്ടാക്കുന്നവർ പറയുന്നുണ്ട്, വെറുതെ പറയുന്നതല്ലല്ലോ. തുല്യരാണ് എന്ന് പറയുന്നത് മറ്റു പല 2 വ്യക്തികൾ എന്ന നിലയിൽ തുല്യരാണ്. അവകാശങ്ങൾ രണ്ടും വ്യത്യാസമാണ്. പ്രസവിക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, അയാളെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നുണ്ട്. അയാൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും തുല്യ അവകാശമല്ലേ മക്കളെ പേരിൽ. അപ്പോൾ കുഞ്ഞിനെ വളർത്തുന്നതും പാല് കൊടുക്കുന്നതും കുഞ്ഞിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാ? ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നവരാ? അമ്മയല്ലേ? ആ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി മാറ്റി വെക്കുകയല്ലേ. സ്വാഭാവികമായിട്ട് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും കൂടി സഫർ ചെയ്തിട്ട് വരുന്നതാണ്. ഇപ്പം ഞാനൊരു യാത്ര പോകണമെങ്കിൽ ഒരു സന്തോഷിക്കുന്നതൊക്കെ അവർ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാമിലി ലൈഫിൽ ഏറ്റവും അധികം സഫർ ചെയ്യുന്നത് അവരെ താല്പര്യങ്ങളൊന്നും അവർ നോക്കും. ഇപ്പം ഓട്ടിസം ബാധിച്ച കുട്ടി അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ആയ ഒരു കുട്ടിയോ മറ്റുള്ളൊരു കുടുംബമാണെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം കഴിഞ്ഞില്ലേ? പുരുഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ കല്യാണത്തിന് വിളിച്ചാൽ സുന്ദരമായി കുപ്പായിട്ട് പൗഡറൊക്കെ പൂശി കല്യാണത്തിന് പോകും, സ്പ്രേ ഒക്കെ അടിച്ചിട്ട്. സ്ത്രീയുടെ അവസ്ഥ എന്താ? അവർക്ക് ചിലപ്പോൾ 20-30 കൊല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ഒരു കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആളെക്കുറിച്ചാണോ നമ്മൾ അവർക്ക് അവകാശം കൊടുക്കേണ്ടതെന്ന് പറയുന്നത്? ഒരുതരം വൈകൃതവാദമാണത്. അതിനെക്കുറിച്ച് അതിനപ്പുറത്ത് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശുക്രവകൻ്റെ എക്സ്പീരിയൻസിൽ മുസ്ലിം നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു താങ്കൾ, ഈ മുസ്ലിം സമുദായത്തിൽ ജനറലി ഇതൊരു വെൽക്കമിങ് ആയിട്ട് തന്നെയാണ് കാണുന്നതെന്നാണ് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, മതനേതാക്കളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ പൊതു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിനെ എതിർക്കുന്നു, മുസ്ലിം സമൂഹത്തിന് ഈ ഒരു നിയമത്തോട് താല്പര്യമില്ല, ഇവരങ്ങ് ഇതിനെ എന്താ പറയുക വളരെ ശക്തമായി വിയോജിപ്പോടുകൂടി നിൽക്കുകയാണ് എന്നൊക്കെയാണ്. അപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസിൽ താങ്കൾ? അയ്യോ, ഒരിക്കലും അല്ല. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആരിസ് ബീരാൻ ലീഗിൻ്റെ MP അല്ല, അദ്ദേഹം സ്വാഗതം ചെയ്തതാണ് ഞാനൊരു സുഹൃത്ത് പറഞ്ഞത്. ഞാൻ പ്രസംഗം കേട്ടില്ല, എന്നോടൊരു ലോയർ സുഹൃത്ത് ഫ്രണ്ട് പറഞ്ഞത് അദ്ദേഹം പ്രസംഗത്തെ സ്വാഗതം ചെയ്തതാണ്. അത് സാമൂഹ്യ സമ്മർദ്ദം, സോഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞ സംഗതി എല്ലാ കമ്മ്യൂണിറ്റിക്കും ഉണ്ട്. അത് മറികടന്നിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ആ സമൂഹത്തിൻ്റെ എല്ലാ പ്രിവിലേജ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടല്ലോ. അതിൽ മുന്നോട്ട് നടക്കുന്ന സൊസൈറ്റി അല്ലേ, നമുക്ക് മതനിയമം വെച്ചിട്ട് ജീവിക്കാം. ഇപ്പോൾ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിലോ ജീവിക്കുന്ന ഒരു സാഹചര്യമല്ല ഇന്ത്യയിൽ. സെക്യുലർ നിയമങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുണ്ട്. സെക്യുലർ നിയമങ്ങൾ സ്ത്രീകൾക്ക് വലിയ ഉത്തരവാദിത്വം നൽകുന്നുണ്ട്. തീർച്ചയായും ഇത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുസ്ലിം സമുദായം ഇതിനോട് ചേർന്ന് പോകുന്നതാണ്, അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാവുമായിരുന്നില്ലേ? 85 സമരം നടത്തി ഞാനാണ് 9ാം ക്ലാസ്സിൽ 10ാം പഠിക്കുക. ഞാൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ശരീരത്തെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ജാഥ നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ 2ലോ 3ലോ നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ജാഥ നടത്തിയിട്ടുണ്ട്. ശൈശവ വിവാഹം നിരോധിച്ചതിനെതിരെ. ഞങ്ങളുടെ പെൺകുട്ടിക്ക് 12 വയസ്സിലും 13 വയസ്സിലും കല്യാണം കഴിക്കാൻ അവകാശമുണ്ട് പറഞ്ഞു. നമ്മൾ വിഡ്ഢിത്തം ചെയ്തിട്ടാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത്. ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ മദ്രസയിൽ എനിക്ക് തോന്നുന്നു 4ലോ 5ലോ മദ്രസ് പഠിക്കുന്ന സമയത്ത് ചെറുത്തൂരാണ്ട് നാട്, അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു മൈതാനിൽ ഞങ്ങളൊക്കെ കുട്ടികളെ കൂട്ടി കൊണ്ടുപോയിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ട്. അവർ ശൈശവ വിവാഹ നിയന്ത്രണ നിയമം കൊണ്ടതിനെതിരായിട്ട്. ഷബാനു ബീഗം കേസിനെതിരെ സുപ്രീം കോടതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്ത ആളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളുടെ മക്കൾ ഇങ്ങനത്തെ ഒരു ജാതി, ഈ സുപ്രീം കോടതിയിലെ 2010 വിധിന്യായത്തിനെതിരെ എൻ്റെ മോള് 11ാം ക്ലാസ് പഠിക്കുക. മോളോട് ജാഥക്ക് പോകാൻ പറയാൻ മോളെ അടിക്കും. എൻ്റെ ഉപ്പ ഉപ്പവും ആൾക്കാരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പോകും. പുതിയ തലമുറ പോകില്ല. അവർക്കറിയാം എന്താണ് സെക്യുലർ നിയമം, എന്താണ് സൊസൈറ്റി, എങ്ങോട്ടാണ് നടക്കുന്നത്, മത നിയമം എത്രമാത്രം
കാലാനുസൃതം മാറ്റം വരുത്തേണ്ടതുണ്ട്. മതം ഉപേക്ഷിക്കണമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. മതം ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് കാലാനുസൃതവും സൊസൈറ്റിയുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അല്ലെങ്കിൽ അത് ആ സമുദായം പുറന്തള്ളപ്പെടും. അതാണ് പ്രശ്നം. സമുദായം മുന്നോട്ട് കിടക്കണമെങ്കിൽ നമ്മൾ കാലാനുസൃതമായ മാറ്റം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എങ്കിലേ ആ സമുദായത്തിന് വളർച്ചയുണ്ടാവും. ഇത് ഒരു സംഘപരിവാർ നറേറ്റീവിനുള്ള വിരുദ്ധമായിട്ടുള്ള ഒരു അടി കൂടിയല്ലേ? കാരണം ഇത് സ്വാഗതാർഹമായി മുസ്ലിം സമൂഹം കാണുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടൊരു, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മുസ്ലിം സമുദായത്തെ പ്രാകൃത സമുദായമാണെന്നും 6-ാം നൂറ്റാണ്ടിൽ ട്രെയിൻ ബസ് കിട്ടാത്തവരാണെന്നൊക്കെ അപമാനിക്കുന്നവർക്ക് വലിയ തിരിച്ചടി. ഇത് മാത്രമല്ല, ഇപ്പം നേരത്തെ സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ 15 പ്രകാരം ഞാനും എൻ്റെ വൈഫും ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തു. അത് 2023 മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഒക്കെയാണ്. അതിന് ശേഷം ഉണ്ടായ ഒരു ബൂമുണ്ട് കേരളത്തിലെ എല്ലാ രജിസ്റ്റർ ഓഫീസിലും. സബ് രജിസ്റ്റർ പരിശോധിച്ചറിയാം, 5, 10, 15, 20 കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് പല സ്ഥലത്തും കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ. അതിൻ്റെ അർത്ഥം എന്താ? അവരാരും മതം ഉപേക്ഷിച്ചവരല്ല. ഇസ്ലാം മതവിശ്വാസികളായിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനകത്ത് നിന്നുകൊണ്ട് ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ഇക്വാലിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു സമരത്തിൽ അവർ പങ്കാളികളാവുകയാണ്. നമ്മൾ അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട്. അതൊരു സമരമാണ്. ഇപ്പം ഞാൻ ഈ ഞങ്ങളെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ അക്രമം നേരിട്ടിട്ടുണ്ട്. വലിയ സോഷ്യൽ മീഡിയയിൽ അക്രമം ഉണ്ടായിട്ടുണ്ട്. ഫത്വ ഇറക്കിയിട്ടുണ്ട് എനിക്കെതിരെ, ശരിപ്പെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഗൗരവത്തിൽ തോന്നിയിട്ടേ ഇല്ല. കാരണം എനിക്കറിയാം ഈ സമുദായത്തിലെ വലിയ വിഭാഗം എന്നോട് മനസ്സുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നതും ഈ മൂവ്മെൻ്റ് കൂടെ നിൽക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് എനിക്കതൊരു ഭയമില്ലാത്തത്. ഒരു 20 കൊല്ലം മുമ്പ് എനിക്ക് ചിലപ്പോൾ ധൈര്യം വന്നത് വരില്ല. ഇപ്പം ജോസഫ് മാഷ കൈവെട്ടിയ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. 2015 ജോസഫ് മാഷ കൈവെട്ടുന്നൊരു സാഹചര്യം ഇപ്പോഴെങ്കിലും എൻ്റെ തലയുണ്ടാവില്ല കഴുത്തിന് മേലെ. ഞാൻ ദൈവ നിഷേധിയോ പ്രവാചക നിഷേധിയോ ഒന്നുമല്ല. കാലാനുസൃതമായി വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുന്ന ഘട്ടങ്ങളിൽ, വിശുദ്ധ ഖുർആനെയും പ്രവാചക സുന്നത്തിനെയും വ്യാഖ്യാനിക്കുന്ന ഘട്ടം ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്ന രീതിയിൽ ടെർമിനോളജി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. എങ്കിലേ ഈ മതം വളരും. മതം വളരെ മീൻസ് അതിലെ ആ കമ്മ്യൂണിറ്റിയിലെ ജനങ്ങൾക്ക് ആധുനിക സമൂഹത്തോട് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവർക്ക് നിഷേധിച്ച് പോകാൻ കഴിയില്ലല്ലോ. ചില ആളുകൾ ഇല്ല, നമ്മൾ ഈ ഇതിനെ സ്വാഗതം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി ഓഫ് ദി മൈനോറിറ്റി ഉണ്ട്. സ്വാഭാവികമല്ലേ? അത് നമ്മളിപ്പോൾ 18 കോടി 20 കോടി ജനങ്ങളിൽ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുമോ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യ ഈ 18-20 കോടി ആളിൽ നിന്ന് 115 ആളെങ്ങാനും IS ചേർന്നിട്ടുണ്ട്. നമ്മളെന്തതിനെക്കുറിച്ച് പറയാം? അതിനപ്പുറത്ത് ഹിന്ദുത്വ തീവ്രവാദികളില്ലേ? അവരെ നോക്കി നമ്മൾ വിലയിരുത്തുക. അതല്ലല്ലോ സമുദായത്തിൻ്റെ. നിങ്ങൾ റീൽസ് നോക്കിയാൽ, ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ നോക്കിയാൽ, സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ നോക്കിയാൽ മുസ്ലിം പെൺകുട്ടികളൊക്കെ എത്ര ഉയർത്തിലുള്ളത്. അവർ മുസ്ലിം കൾച്ചർ നിലനിർത്തിക്കൊണ്ട് ആധുനിക സമൂഹത്തോട് കൃത്യമായി പ്രതികരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. എഴുത്തുകാരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, സംഗീതജ്ഞരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ അതൊന്നും ഈ മതം കൾച്ചർ, ഇപ്പം മതം എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് റിജിഡ് ഇസ്ലാമിക ബിലീഫ് ഉള്ളവർ, മുസ്ലിം കൾച്ചറുള്ളവർ. ഞാനൊക്കെ മുസ്ലിം കൾച്ചറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉപ്പയുടെ അടുത്തുനിന്ന്, എൻ്റെ ഉമ്മാരുടെ അടുത്തുനിന്ന്, എൻ്റെ ഉപ്പപ്പാരുടെ അടുത്ത്, എൻ്റെ ഉമ്മയുടെ അടുത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്വാംശീകരിച്ചിട്ട് ഞാനാവുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ജാഥ നടത്തിയാണ്. എന്തിന്? എൻ്റെ ഉമ്മ 14-15 വയസ്സിൽ എന്നെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോൾക്ക് ആ പ്രായത്തിൽ കല്യാണം ചെയ്യുന്നതിനെക്കുറിച്ച് എൻ്റെ ഉമ്മാക്ക് ആലോചിക്കാൻ കഴിയില്ല, എൻ്റെ ഉപ്പാക്ക് ആലോചിക്കാൻ കഴിയില്ല. എൻ്റെ ഉപ്പ എന്നെ അടിക്കും. ഒരു 15 വയസ്സിൽ എൻ്റെ മോളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഉപ്പ ചെരുപ്പൂരി എന്നെ അടിക്കും. എൻ്റെ ഉപ്പ കല്യാണം കഴിക്കുന്ന ഘട്ടത്തിൽ നിന്ന് എൻ്റെ മോളെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് സമൂഹത്തിൻ്റെ വളർച്ച വളരെ വലുതാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തുന്ന വിവാഹത്തിൽ സ്ത്രീകൾക്ക് സ്റ്റേജിൽ സ്ഥാനം കൊടുക്കും. മുഹമ്മദ് ഷമീമിൻ്റെ കല്യാണത്തിന് അദ്ദേഹത്തിന് മോളുണ്ടായിരുന്നു. ഒരു 4-5 കൊല്ലം മുമ്പ് കർട്ടൻ ഇട്ടിട്ട് സ്ത്രീകൾ അപ്പുറം ഇപ്പുറം നോക്കി പ്രസംഗിപ്പിച്ച ടീമാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ ആലോചിക്കണം. അവർ ഖുർആൻ ക്ലാസ് നടത്തുമ്പോൾ ഒരു കർട്ടൻ ഇടും. ആണുങ്ങൾ കർട്ടൻ്റെ അപ്പുറത്തും പെണ്ണുങ്ങൾ ഇപ്പുറത്തും. അതേ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ന് നിക്കാഹിൻ്റെ സമയത്ത് വേദിയിൽ ആണിൻ്റെ ഒപ്പം സ്ത്രീനെ ഇരുത്തുന്നു, സ്റ്റേജിലിരുത്തുന്നു. എന്താ അതിൻ്റെ അർത്ഥം? സാമൂഹ്യ സമ്മർദ്ദം ഒരു സംഗതി ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ സാമൂഹ്യ സമ്മർദ്ദത്തെ അതിജീവിക്കണമെങ്കിൽ ആ സമൂഹത്തോടൊപ്പം വളരാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് ഞാനൊരു വിമർശകൻ്റെ ഒരു പോയിന്റ് ഞാൻ കേൾക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ദളിതർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളിൽ നിന്ന് പോയി പൈസ മേടിക്കൂ എന്നൊരു നിയമമല്ല നമ്മൾ വയ്ക്കുന്നത്. ദളിതർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് കൊടുക്കുന്നത്. അതേമാതിരി തന്നെ ഇപ്പം
മുസ്ലിം സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ജനറലി സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അടിച്ചമർത്തൽ നേരിടുന്നുണ്ടെങ്കിൽ പുരുഷൻ ചെലവിന് കൊടുക്കണം എന്നല്ല കൊടുക്കേണ്ടത്, അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഗവൺമെൻറ് വേറെ സംഭവങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അനാലോജിയുടെ പ്രശ്നം എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്താണ്? അല്ല, അതെല്ലാം നടക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു വിവാഹം കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ഭാര്യയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം നമുക്ക് തരുന്നുണ്ട്. അതോടുകൂടി പ്രൊവൈഡ് അവർക്ക് സ്വന്തം ജോലി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട. ചില CRPC 125 പ്രകാരം ആയിരിക്കാം സ്വന്തം വരുമാനമില്ലാത്തതും കാരണമില്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീക്കാണ് ചിലവിന് കൊടുക്കേണ്ടത്. ഒന്ന്, അവർക്ക് സ്വന്തം വരുമാനം ഉണ്ടാവാൻ പാടില്ല. ഒരു കാരണമില്ലാതെ അവർ ഉപേക്ഷിക്കണം. മറുഭാഗം എന്താ, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാരണമില്ലാതെ ഭർത്താവിനെ ഉപേക്ഷിച്ച സ്ത്രീക്ക് ചിലവിന് കിട്ടൂല. സ്വന്തമായി വരുമാനം ഉണ്ടെങ്കിൽ കിട്ടൂല. വേശ്യാവൃത്തി, ലിവിങ് ഇൻ അഡൾട്ടറിയിൽ നടക്കുന്ന സ്ത്രീകൾക്ക് കിട്ടില്ല. ഈ 3 സ്ത്രീകൾക്കും ചിലവിന് കിട്ടൂല. ചിലവിന് കിട്ടുന്ന ഭർത്താവിൻ്റെ ഭാര്യ എന്ന നിലയിൽ ഒരു കാരണമില്ലാതെ അവരെ ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താവ് ചിലവിന് കൊടുക്കേണ്ടതുള്ളൂ. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എഗ്രിമെൻ്റ് എന്താ, ഭാര്യ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഭാര്യ കല്യാണം, നീ അവർക്ക് ജോലി വാങ്ങിക്കൊടുത്താൽ മതി. ഭർത്താവ് പഠിച്ചു ജോലിയുള്ള സ്ത്രീനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പ്രശ്നമില്ലല്ലോ. ഒരു തമാശയായിട്ടൊരു ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കേട്ട സംബന്ധിച്ച്, ഞാൻ മുസ്ലിം സ്ത്രീകളിൽ കൂടുതൽ ജോലിക്ക് വിടുന്നതാണ് നല്ലത്. കൂടുതൽ ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ കൊടുക്കണ്ട ഒരു സംഭവം ഇല്ല. സത്യമാണ്. ഓക്കെ. പക്ഷെ അതിൽ മുസ്ലിം ലോ പ്രകാരം, ഈ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം മെയിൻ്റനൻസിന് ജോലിക്കുള്ള സ്ത്രീകൾക്ക് അവകാശമുണ്ട്. 125 CRPC അല്ല, മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം. ഞങ്ങളങ്ങനെ കേസ് നടത്തിയിട്ട് ചിലവിന് ലഭിക്കാറുണ്ട്. ജോലിയുള്ള സ്ത്രീകൾക്കും വിത്തൗട്ട് എനി റീസൺ ഭർത്താവ് അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ജോലി കൊടുക്കണം. ഒരു കളിയാക്കലോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ഈ മതത്തിൽ വിശ്വാസമില്ലാത്ത കുറച്ച് ആളുകൾ നടത്തുന്ന ഒരു അവരുടെ എന്താ പറയുക, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി കുറേ ചെയ്യുന്ന ഒരു ദുരുപയോഗമാണ് ഇത്തരം കേസുകളും സംഭവങ്ങളും. അല്ലാതെ ശരിക്കും മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും വരുന്നില്ല, ഇത്തരം സന്ദർഭങ്ങളും വരുന്നില്ല, ഇത്തരം അനീതികളൊന്നും വരുന്നില്ല എന്നൊരു നറേഷനുണ്ട്. അപ്പോൾ അതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, അത് മതവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്, എങ്ങനെയാണ് മതവിശ്വാസം തീരുമാനിക്കുക ഇന്ത്യൻ രാജ്യത്തിൽ? എൻ്റെ മതവിശ്വാസം ആരാ പറയുക? അത് താങ്കൾ തന്നെ പറയണോ? ഞാനൊക്കെ പറയാൻ കഴിയില്ല, വില്ലേജ് ഓഫീസർ പറയണം. ലീഗലി നമ്മൾ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം വില്ലേജ് ഓഫീസർക്കാണ്. ഞാൻ ഏത് മതവിശ്വാസിയാണെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. എൻ്റെ അഫിഡവിറ്റ് വേണമെങ്കിൽ അതിന് ബേസ് ചെയ്യാന്നേ ഉള്ളൂ. അതിലൊന്നും ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാന്നല്ല. മതവിശ്വാസി ആയിക്കോട്ടെ, ഇപ്പം ആരെങ്കിലും നിർബന്ധിച്ചിട്ടിപ്പം മതവിശ്വാസികൾ ആരെങ്കിലും പിടിച്ച് കോടതിയിലൊന്നും എത്തിക്കുന്നില്ലല്ലോ. ഇങ്ങനെ വിക്ടിം ചെയ്യപ്പെട്ട ആൾക്കാർ കോടതി പോകുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ലേ നിയമം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംഘപരിവാർ വരുന്നുണ്ട്. സംഘപരിവാർ പേജുകളിലൊക്കെ ഭയങ്കര സന്തോഷവും അവർക്ക് ഈ മുസ്ലിം സ്ത്രീകളുടെ അവകാശം കിട്ടും. അവരുടെ ഈ ഇൻട്രസ്റ്റ്, അവർ കാപട്യാണ് അവർ ചെയ്യുന്നത്. ഒരു ആത്മാർത്ഥി മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്കില്ല. അത് നമ്മൾ ബൽക്കീസ് ബാനു കേസിൽ കണ്ടതാണല്ലോ. 11 ഭീകരമായ ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് ആ കേസിലെ പ്രതികളെ വിടാൻ വേണ്ടി ഒരു മടി BJP സർക്കാരിനുണ്ടായിട്ടില്ല. നമ്മളവർ കണ്ടാണ്. മാത്രമല്ല, ഇപ്പം മുസ്ലിം സ്ത്രീകൾ ഇപ്പം നേരിടുന്ന രണ്ട് പ്രശ്നമേ ഉള്ളൂ. അവരെ ഡിഗ്നിറ്റിനെ ബാധിക്കുന്ന പ്രശ്നം. ഒന്ന് ബഹുഭാര്യത്വമാണ്. ഒന്നിൽ കൂടുതൽ ഭാര്യ ഒരു മുസ്ലിം പുരുഷന് സ്വീകരിക്കാനുള്ള അവകാശം. അത് തീർച്ചയായും ഡിഗ്നിഫൈഡ് ലൈഫ്, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്നിഫൈഡ് ലൈഫാണ്. പട്ടിയെപ്പോലെ പൂച്ചയെപ്പോലെ ജീവിക്കുക എന്നുള്ളത് അന്തസ്സാർന്ന മനുഷ്യ ജീവിതം അത് ഇല്ലാതാക്കുന്നതാണ് ഭർത്താവിന് രണ്ടാം വിവാഹം. അത് നിരോധിക്കാൻ വേണ്ടി ഒരു അമെൻമെൻറ്റ് മതി. നേരത്തെ IPC, ഇപ്പം BNS-ൽ ഭേദഗതി വരുത്തിയാൽ ആ വിവാഹ പ്രശ്നം തീരും. BJPക്കാർക്ക് ആത്മാർത്ഥങ്ങൾ ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വത്തവകാശത്തിലുള്ള ഇൻഇക്വാലിറ്റിയാണ്. പുരുഷന് 2 അവകാശവും സ്ത്രീക്ക് 1 അവകാശം. അതും ആ നിയമം ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ പ്രശ്നം തീർക്കാവുന്നേ ഉള്ളൂ. അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അവർ വെറുതെ പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നല്ലാണ്ട് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുക, മുസ്ലിങ്ങളെ പ്രാകൃതരാണെന്ന് ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി നിരന്തരം പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നതിനപ്പുറത്ത് സംഘപരിവാറിൻ്റെ ഭീഷണികൾക്ക് ഒരു വസ്തുതയുമില്ല, ഒരു മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. എപ്പോഴെങ്കിലും അവർക്ക് മുസ്ലിം സ്ത്രീകളുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ബൽക്കീസ് ബാനുവിൻ്റെ കേസല്ല, അതിൽ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാണ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി ഉപദ്രവിച്ച 11 പ്രതികളെ അവർ വെറുതെ വിട്ടത്? മുസ്ലിം സ്ത്രീയോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ ചെയ്യും. എത്ര മുസ്ലിം സ്ത്രീകൾ, എത്ര ആൾക്കാരുടെ മക്കളെ അവർ പശുവിൻ്റെ പേരിൽ കൊന്നിട്ടുണ്ട്. ഇന്ന് 19 ആൾക്കാർ നമ്മളെ മന്ത്രിസഭയുണ്ടല്ലോ ഈ രാജ്യത്തിൻ്റെ. 18-20 കോടി മുസ്ലിങ്ങളുണ്ട്. ഒരാളവർ റെപ്രസെൻ്റ്, ഒരു മുസ്ലിം സ്ത്രീ അവർക്ക് മന്ത്രിസഭയിൽ എടുക്കായിരുന്നില്ലേ? അത്ര വലിയ സ്നേഹം മുസ്ലിങ്ങളോടുണ്ടെങ്കിൽ. അവരെ കാപട്യം തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ സെക്യുലർ
നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളും സെക്യുലർ വാദികളുടെയും സ്ട്രാറ്റജി എന്താ, ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ്? അതായത് ഈ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി അവർ വാദിക്കുന്നതാണോ നല്ലത്, അതോ കമ്മ്യൂണിറ്റിനകത്ത് തന്നെ വോയിസ് അല്ല, ഇത് ഒരു അനീതി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഇതിലൊരു അനീതി സംഭവിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് തടയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആ കമ്മ്യൂണിറ്റി തന്നെ പറയണമെന്ന് പറയുന്നതല്ല, ഒരു വിദണ്ഡവാദം എന്നൊക്കെ പറയുന്ന പോലെ അത് വളരെ റിമോട്ടാണ്. നമ്മൾ ആ കമ്മ്യൂണിറ്റി അല്ല പറയേണ്ടത്, സൊസൈറ്റിക്ക് പറയാമല്ലോ. നമ്മളിപ്പോൾ ബൽക്കീസ് ബാലിന് വേണ്ടി പറയുന്ന അവർ മാത്രമാണോ? ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നമ്മളെല്ലാവരും സംസാരിക്കുന്നില്ലേ? ഒരാൾ പശുക്കടത്തിൻ്റെ പേരിൽ ഒരു മുസ്ലിം സഹോദരനെ അടിച്ച് പുറത്താക്കി കൊല്ലാൻ അയാൾ മാത്രമാണ് സംസാരിക്കുന്നത്. ബാബരി മസ്ജിദ് 1992 തകർത്തപ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് പ്രതിഷേധിച്ചത്. അതൊരു സെക്യുലർ സ്ഥാപനത്തിൻ്റെ തകർച്ചയല്ലേ നമ്മൾ അങ്ങനെ കാണുന്നത്? അല്ലാണ്ടിപ്പം അതൊരു മതത്തിൻ്റെ മാത്രം വിഷയമല്ല. ഈ രാജ്യത്തെ വലിയ ശതമാനമല്ലേ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. അവരെ പ്രശ്നം സൊസൈറ്റിയുടെ പ്രശ്നമാണ്. എൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു സഹോദരി ഹിന്ദുവോ മുസ്ലിമോ ഒന്നുമില്ല, അവർ പട്ടിണി കിടക്കാൻ പാടില്ല. അവർ മുസ്ലിമായി ജനിച്ചു എന്നത് അവർ തീരുമാനിക്കുന്നതോ ചൂസ് ചെയ്യുന്നതല്ലല്ലോ, സംഭവിക്കുന്നതല്ലേ. ഞാനിപ്പോൾ മുസ്ലിം ആയതെങ്ങനെയാണ്? ഞാൻ തിരഞ്ഞെടുത്ത മതമല്ല. എനിക്ക് ആ മതത്തിൽ പ്രത്യേകിച്ച് അഭിമാനമോ അപമാനവും ഇല്ല. ആസ് ഇറ്റ് ഈസ് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ ഉപ്പാരടുത്തുനിന്ന് ഉമ്മാരടുത്തുനിന്ന് എൻ്റെ വലിയ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തെല്ലാം കിട്ടിയ കുറേ മൂല്യങ്ങൾ എനിക്കുണ്ട്. അത് അടുത്ത തലമുറയ്ക്ക് ഞാൻ കൈമാറുന്നു. എൻ്റെ മക്കളെ ഞാൻ അതനുസരിച്ച് വളർത്തുന്നു. അതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് അപമാനിക്കപ്പെടുകയോ അവരുടെ അന്തസ്സിന് ഇടിക്കുകയോ ചെയ്യുന്നൊരു സമയമുണ്ടായ സൊസൈറ്റി മുഴുവൻ ഇടപെടണം. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു അടിച്ചമർത്തപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നതിൽ തർക്കമില്ല. കേരളത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെങ്കിലും എന്നിരുന്നാലും നമ്മൾ ഓവറോൾ എടുക്കുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തും. അപ്പോൾ താങ്കളുടെ പെർസ്പെക്റ്റീവിൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എങ്ങനെയാണ്? അവർ കൂടുതൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടാനാണോ സാധ്യത? അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വലിയ പ്രശ്നം, മുസ്ലിങ്ങൾ വോട്ട് ബാങ്ക് പവറായി മാറുന്ന സമയത്ത് അത് ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾക്ക് കുറച്ചുകൂടി ശക്തി പകരുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ സെക്യുലർ ഫോഴ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ചെയ്യുന്നൊരു അപകടം, അവർ സമൂഹത്തിന് ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് അവർ തന്നെ സ്വയം മാറുകയാണ്. ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെ. അതിന് പകരം സെക്യുലർ ഫോഴ്സിനെ ശക്തിപ്പെടുത്തുക. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഭരണഘടന നിലനിൽക്കണം. ആർട്ടിക്കിൾ 25 ആണ് നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം സ്വന്തം മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും നമുക്ക് ആർട്ടിക്കിൾ 25 അധികാരം നൽകുന്നുണ്ട്. ആ ആർട്ടിക്കിൾ 25 നിൽക്കുന്നത് ഈ ഭരണഘടന നിൽക്കുന്നതുകൊണ്ടാണ്. ഈ ഭരണഘടന നിൽക്കുന്നത് ഒരു സെക്യുലർ രാജ്യമായതുകൊണ്ടാണ്. അപ്പോൾ സെക്യുലർ രാജ്യത്തിൽ നിലനിർത്തുകയാണെന്നാണ് ഓരോ സാധാരണ ഒരു പൗരനെന്ന നിലയിൽ മുസ്ലിമിന് വരുന്ന ഉത്തരവാദിത്വം. ഒരു പൗരനെന്ന നിലയിൽ വരുന്ന ഉത്തരവാദിത്തമാണത്, മുസ്ലിം എന്ന നിലയിൽ വരുന്ന ഉത്തരവാദിത്തമല്ല. ഓക്കെ, അപ്പോൾ താങ്കൾ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് കാണുന്നത്? തീർച്ചയായും. ഞാൻ ഈ ഇലക്ഷന് മുമ്പ് എന്നോടൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ത്യ കണ്ട ഏറ്റവും ഇരുണ്ട കാലം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലമാണ്. ആയിരക്കണക്കിന് മനുഷ്യരെ ജയിലിലിട്ടിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, നിർബന്ധ വന്ധ്യീകരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഡാർക്ക് ഏജ് ആയിരുന്നു. അതിനെ നമ്മൾ മറികടന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിനെ പോലുള്ള അതിശക്തിയായ പ്രധാനമന്ത്രി, അവരുടെ മക്കളുടെ സ്വാധീനം, അതിന് നമ്മൾ മറികടന്നത് ഈ ഗ്രാമങ്ങളിലെ വോട്ട് കൊണ്ടാണ്. കേരളം അന്നും അവർക്ക് അനുകൂലമായിട്ടായിരുന്നു വിധി ചെയ്തത്. അതുപോലെ ഇന്ത്യ ഒരു വളരെ സമ്പന്നമായ സംസ്കാരം ഇനി ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അതിജീവിക്കും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മറ്റ് സമുദായത്തിലെ മനുഷ്യരെ പോലെ അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.